അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടർലയിലേക്ക് പോവാണ്. അപ്പോൾ കുറേ നാൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വണ്ടർല പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു +2 കാലഘട്ടത്തിൽ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടേ ഇല്ല. എപ്പോഴോ പോയതാ, പക്ഷെ കൂട്ടുകാരുടെ കൂടെ ലാസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതെന്നാന്ന് ഓർക്കുന്നില്ല. 8-10 വർഷത്തിന് മുന്നേ. അതെ, ഞാനും അത്ര വർഷമായി കാണും പോയിട്ട്. അപ്പോൾ വണ്ടർലയൊക്കെ നമുക്ക് ഒരു ദിവസം പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഞാൻ പോയിരിക്കുന്ന വീഗാലാൻഡിലാണ്. ശരിയാ, വീഗാലാൻഡിലാണ്. ഞാനും വീഗാലാൻഡിലാണ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെയിമൊക്കെ മാറ്റിയത്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ റൈഡ്സിലും കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സമയം ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ 11 o'clock-നാണ് വണ്ടർല ഓപ്പൺ ആകുന്നത്. അപ്പോൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത്. ഈ പ്രാവശ്യം നമ്മുടെ കൂടെ എൻ്റെ ചേട്ടൻ ഉണ്ട്, അനിയനുണ്ട്, ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്. ചേട്ടൻ എബ്രോഡാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട്. പുള്ളിയുടെ എൻ്റെ നീസ് ഉണ്ട്, പുള്ളിയുടെ മോള് ഹിബ ഫാത്തിമ എസ്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വിശേഷങ്ങൾ കാണാം, വണ്ടർലയിലെ വിശേഷങ്ങളും കാണാം. ഞങ്ങളുടെ കൂടെ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി വണ്ടർല എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളങ്ങനെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കോസ്റ്റ്യൂമിലുള്ള ഒരു ഡസൻ ആൾക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ആ സെയിം കോസ്റ്റ്യൂം തന്നെയാണ്, ആ ടീഷർട്ടും അതേ പാൻറ് തന്നെയാണ് ഞാനും എടുത്തിരുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഞാൻ 4 കൗണ്ടർ ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഡിലേ ആവുന്നില്ല, നമുക്ക് വേഗം തന്നെ ടിക്കറ്റ് കിട്ടി. വണ്ടർല എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഭയങ്കര ഓട്ടമാണ്, കയ്യിലിരിക്കുന്നില്ല. അപ്പോൾ ഓടിപ്പിടിച്ച് വന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തു. 6 കൗണ്ടറുണ്ട്, 4-6 കൗണ്ടറുണ്ട്. നമ്മളെടുത്തു 6 പേർക്കുണ്ട്. ചിൽഡ്രന് ഫ്രീ അല്ല, ബിലോ 5 years ഫ്രീ ആണ്. അതിന് മേലോട്ടുള്ളത് ചിൽഡ്രൻ ഇപ്പം ഏജ് വരുന്നത് 1351. പിന്നെ അഡൽറ്റിന് വരുന്നത് 1689, ഇൻക്ലൂഡിങ് നമ്മൾ ലോക്കർ ഇൻക്ലൂഡിങ് ആണ് എടുത്തേക്കുന്നത്. ലോക്കറിന് എത്രയോ വരുന്നത്, അതിന് റിസ്റ്റ് ബാൻഡ് ഇട്ടിട്ടുണ്ട്. ലോക്കറിൻ്റെ എമൗണ്ട് ഞാൻ ചോദിച്ചില്ലായിരുന്നു, 400 രൂപ. റീഫണ്ട് 300 രൂപ വരുന്നത്. ലോക്കറിന് അപ്പോൾ 100 രൂപ വരുന്നുള്ളൂ. റീഫണ്ടബിൾ അവന് ലോക്കറിന് അപ്പോൾ 300 രൂപ വരുന്നുള്ളൂ. 400 രൂപ, 300 രൂപ റീഫണ്ടബിളാണ് കിട്ടുന്നത്. ബാക്കി നമുക്കത് കയറിയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കയറാൻ പോവായിരുന്നു. നമുക്ക് ഇട്ടിൻ്റെ പണി ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് റെയിനി ഡേ, നല്ല മഴ വരുന്നുണ്ട്. നല്ല രീതിയിൽ മഴ വന്ന് നിൽക്കുകയാണ്. സോ നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് കയറി നോക്കാം. രാവിലെ നല്ല മഴയായിരുന്നു, ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ. അതിനുശേഷം ഇല്ല, ഇപ്പോൾ നല്ല ഇടിച്ചു കുത്തി മഴ. നമുക്ക് നോക്കാം റൈഡുകളിൽ കയറാൻ പറ്റുമോ ഇല്ലയോ. ഇല്ലെങ്കിൽ വാട്ടർ റൈഡ്, മഴ നനഞ്ഞോണ്ട് വാട്ടർ റൈഡ് ചെയ്യുക അല്ലേ. വിച്ചു പറയാം മഴയാന്ന് പറയാം. മഴ തൊടാൻ പോവാണ് ഞാൻ. ഓക്കെ ഗൈസ്, നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ആടില്ലല്ലോ, കുറിച്ചോ നൈലോൺ യൂസ് ചെയ്യും.
ഗുഡ് ബോയ്. ഞങ്ങളെന്നെ റൈഡിൽ കയറാൻ ഇറങ്ങി. അപ്പം 2 പിള്ളേരുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യമേ പിള്ളേരെ കയറ്റാൻ വേണ്ടിയുള്ള റൈഡിലേക്കാണ് കേട്ടോ പോയത്. അതുമല്ല നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അധികം പിള്ളേരെ റൈഡിലൊന്നും 2-3 എണ്ണമൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. ഇതാണ് ആദ്യമേ കയറിയത്, ഒരു ഹോഴ്സ് റൈഡിങ്ങിൻ്റെ. ഇവർ 2 പേരെയും അതിനകത്ത് കയറ്റി. മിച്ചുവിന് കുഴപ്പമില്ലായിരുന്നു, എന്നാൽ അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു പേടി പോലെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൈഡ് വന്ന് മിച്ചുവിനെ കയറ്റിയത്. പിന്നെ അടുത്തതിനകത്താണ് ഞാനും മിച്ചുവും കൂടെ കയറിയത്. എൻ്റെ ഫസ്റ്റ് റൈഡാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ തല കറക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇതിൽ കയറിയിട്ട്. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആ ഒരു ഇത് പോകുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫ്രണ്ടും ബാക്കും മാത്രമല്ല റൊട്ടേറ്റും കൂടെ ചെയ്യുമെന്ന്. എനിക്കിങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ തല കറങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിങ്ങനെ കറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കണ്ണുടച്ച് അങ്ങിയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് വാട്ടർ റൈഡ്സ് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ സമയം ഒരു 1:30-2 മണിയായി കഴിഞ്ഞു. പിന്നെയും ഒത്തിരി ഡിലേ ആയി. വേറെ റൈഡ്സിലൊക്കെ കയറി ഒത്തിരി ഡിലേ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ വാട്ടർ റൈഡ്സിൽ കയറാൻ പോയി. ഇത് ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയ പൂളായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അതിൽ പോയി കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തു. മിച്ചുവിനെയൊക്കെ വെള്ളത്തിലേക്ക് വിട്ട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ നേരം പിള്ളേരുമായിട്ട് നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്ത് വിട്ടു. പിന്നെ ഞങ്ങൾ കപ്പിൾ റൈഡ്സിനായിട്ടാണോ പോയത്. അത് പോകാൻ വേണ്ടി ഞങ്ങൾ ഓടി അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഷീറ്റിലൊക്കെ കയറാൻ പറ്റുക. അങ്ങനെ നമ്മൾ മുകളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് കൊച്ചുള്ളത് കൊണ്ട് കൊച്ചിനെ കയറാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. പിന്നെ അവനെ എൻ്റെ കൈ വെച്ചിട്ട് ബേബിയും ബാക്കി അവരെല്ലാം കൂടെ കയറി. അപ്പോൾ ഞാനങ്ങനെ പോസ്റ്റ് അടിച്ച് അവിടെ നിന്നു. പിന്നെ അവർ പോയി റൈഡിൻ്റെ താഴെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും കയറി വന്നിട്ട് എന്നെ കയറ്റി. അങ്ങനെയാണ്, ഇതാണ് അവർ പോകുന്നത്. ഈ റൈഡിൽ എനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെ കഴിക്കാൻ നിന്നത്. അപ്പോൾ റൈസൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് നമ്മൾ പിന്നെ ബർഗറും പിന്നെ അതുപോലെ പെപ്സി, ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, അങ്ങനത്തെ സ്നാക്സൊക്കെയാണ് ഇത് കഴിച്ചത്. പിന്നെ നമ്മൾ 3 o'clock ആയപ്പോഴാണ് ഇതിൽ വന്നത്. വേവ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സമയത്താണ് പിന്നെ നമ്മൾ ഇവിടെ വന്നത്. അതും അവനെ അധികം മറക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരാൾ നോക്കാൻ വേണ്ടി വേണമായിരുന്നു. ഞാൻ പോയി, അത് കഴിഞ്ഞിട്ട് അവിടെ കയറി, അത് കഴിഞ്ഞ് ബേബി വന്നു, അവനെ നോക്കി, അങ്ങനെ. പിന്നെ നമ്മൾ വന്നിട്ട് ഒരു 6 o'clock ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ മിച്ചു ആണെങ്കിൽ ബർഗർ ആയതുകൊണ്ടൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ അവന് വേണ്ടി ഒരു മസാല ദോശയും പിന്നെ ഞങ്ങൾ ചായയും കട്ട്ലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടാഗ് കയ്യിൽ കെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കാണിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോസ് കാണിക്കണ്ട, അയച്ചു കൊടുക്കണം. എവിടെയെങ്കിലും ഉണ്ടോ? Madam, I'm big fan of you. അല്ല madam, big fan. Madam, big fan. ഈ ഫാനാണ്, ബിഗ് ഫാൻ. നമ്മൾ വേറെ ആളുടെ റീൽസ് കേട്ടതാണ്. അതെ, സോനുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പോയി നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഉണ്ടോ, അങ്ങനെ നമുക്ക് പ്രിന്റ് എടുക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഫോട്ടോയാണ് പ്രിന്റ് എടുക്കുന്നത്. ഇതാകുമ്പം 200, ഇതാകുമ്പം 220. നമ്മൾ ഇതെടുക്കാം.
ഫോട്ടോ പ്രിന്റ് ചെയ്തു 50 റുപ്പീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. കളിക്കാനുള്ള തിരക്കിലാണ്. നമുക്ക് ടാർഗറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോകും. കയറാൻ പറ്റിയില്ല, കാരണം ഇങ്ങനെ റൈഡ്സിലൊന്നും അലൗഡ് അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കയറിയത്. അപ്പോൾ കുറേ സമയം പോയി. അതുകൊണ്ട് ലാഗ് ആയതുകൊണ്ട് എല്ലാത്തിലും കയറാൻ പറ്റിയില്ല. എല്ലാം കുഴപ്പമില്ലായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് കയറിയതൊക്കെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. അതിനെപ്പോഴാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ ബൈ പറഞ്ഞു. ബൈ. ഓടും ഫ്ലൈങ് കേസ് കൊടുക്കും. ഫ്ലൈങ് കേസ് കൊടുക്കും. ഫ്ലൈങ് കേസ് കൊടുക്കും. ഒരു ഫ്ലൈങ് കേസ് കൊടുക്കും. ഫ്ലൈങ് കേസ് കൊടുക്കും. ബൈ. ഗുഡ് നൈറ്റ്.